ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പുതിയ പ്രോഡക്റ്റ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താം. ഏസറിൻ്റെ 24 ഇഞ്ച് ഫുൾ എച്ച് ഡി മോണിറ്റർ HA0 സീരീസിൽ പെടുന്ന 24 ഇഞ്ച് ഫുൾ എച്ച് ഡി മോണിറ്ററാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. യൂഷ്വലി ഞാൻ അൺബോക്സിംഗ് എന്ന പദം യൂസ് ചെയ്യാറില്ല. പകരം പറയുന്നത് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നുള്ളത്. അത് പുതിയ പ്രൊഡക്റ്റ് ആകാം, പഴയ പ്രൊഡക്റ്റ് ആകാം. ഒരു പ്രൊഡക്റ്റ് വ്യൂവേഴ്സിനായി പരിചയപ്പെടുത്തുക എന്നതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം. ബോക്സിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തെല്ലാം നോക്കാം. ഇത് മോണിറ്ററിൻ്റെ സ്റ്റാൻഡാണ്. ഇത് VGA കേബിൾ. നെക്സ്റ്റ് ഇത് ഓക്സ് കേബിളാണ്. നമുക്ക് ഈ മോണിറ്ററിൽ സ്പീക്കേഴ്സിന് 2 വാട്ട്സിൻ്റെ 2 സ്പീക്കേഴ്സാണുള്ളത്. അപ്പോൾ ഓക്സ് ഇൻ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കേബിൾ യൂസ് ചെയ്യാം. ഇതതിൻ്റെ യൂസർ മാനുവൽ. Then we have HDMI കേബിൾ ഉണ്ട്. പിന്നീടുള്ളത് പവർ കേബിൾസാണ്. ഇത് സ്റ്റാൻഡിൻ്റെ ഭാഗം തന്നെയാണ്. ഇനി ഈ തെർമോക്കോൾ മാറ്റി ഇവിടെയാണ് മോണിറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോണിറ്ററാണ്. ഫ്രെയിംലെസ് ഡിസൈൻ എന്ന് തന്നെ നമുക്ക് പറയാം. മോണിറ്ററിൻ്റെ ബോട്ടം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നത് ബട്ടൺസാണ്, ഫങ്ഷൻസ് ബട്ടൺസാണ്. 2 സ്പീക്കേഴ്സ്, സ്റ്റീരിയോ സ്പീക്കേഴ്സാണുള്ളത്. 2 വാട്ട്സിൻ്റെ 2 സ്റ്റീരിയോ സ്പീക്കേഴ്സ്. വളരെ തിന്നായിട്ടുള്ളൊരു മോഡലാണ്. മാത്രമല്ല നല്ല ഒരു ഡിസൈൻ തന്നെയാണ് ഈ മോണിറ്ററിനുള്ളത്. ഇതിൻ്റെ റിയർ സൈഡ് നോക്കാം. ഇവിടെ നമുക്ക് HDMI കേബിൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. VGA കേബിൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓക്സിനുള്ള പോർട്ടുണ്ട്. ദെൻ പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടുണ്ട്. ഇത്ര മാത്രമാണ് റിയർ സൈഡിലുള്ളത്. ഇത് നിങ്ങൾക്ക് ഞാൻ ക്ലോസ് ആയിട്ടൊന്ന് കാണിക്കാം. സ്റ്റാൻഡ് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സ്റ്റാൻഡിൻ്റെ മറ്റു പാർട്സ് എല്ലാം കണക്ട് ചെയ്തു. ഇനി പതുക്കെ മോണിറ്റർ എടുത്ത് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചതിന് ശേഷം പതുക്കെ ഒന്ന് താഴോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റർ സ്റ്റാൻഡിൽ ഭദ്രമായിട്ട് ഉറപ്പിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഗൈസ്.